അപകടവുമായി ബന്ധപ്പെട്ട ചില ഏറ്റവും പുതിയ കാര്യങ്ങൾ കൂടി നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. അവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുറവൂരിൽ ഇരുചക്ര വാഹനങ്ങളടക്കമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുവഴി പോകുന്ന യാത്രക്കാർ, പ്രദേശവാസികൾ, യാത്രക്കാരൊക്കെ ശ്രദ്ധിക്കണം. വാഹനങ്ങൾ തീരദേശ റോഡ് അരൂക്കുറ്റി വഴിയാണ് തിരിച്ചുവിടുന്നത്. ചേർത്തലയിൽ നിന്നുള്ള വാഹനങ്ങൾ പൂച്ചാക്കൽ റോഡ് വഴി തിരിച്ചുവിടുന്നു. എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള KSRTC ബസ്സുകൾ കോട്ടയം വഴി തിരിച്ചുവിടുന്നു. അതാണ് നിലവിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരെ അറിയിക്കാനുള്ള ഒരു കാര്യം. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. തുറവൂരിൽ ഇരുചക്ര വാഹനങ്ങൾക്കടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീരദേശ റോഡ് അരൂക്കുറ്റി വഴിയൊക്കെയാണ് വാഹനങ്ങൾ തിരിച്ചുവിടുന്നത്. ചേർത്തലയിൽ നിന്നുള്ള വാഹനങ്ങൾ പൂച്ചാക്കൽ റോഡ് വഴി തിരിച്ചുവിടുന്നുണ്ട്. അതേസമയം എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള KSRTC ബസ്സുകൾ കോട്ടയം വഴി തിരിച്ചുവിടുന്നു എന്നതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. യാത്ര ചെയ്യുന്നവർ, അതുവഴി പോകുന്നവർ, യാത്ര ചെയ്യാൻ തീരുമാനിച്ചവർ ഇവരെല്ലാവരും ഈ നിയന്ത്രണത്തെപ്പറ്റി ശ്രദ്ധിക്കും എന്ന് കരുതുകയാണ്. അരൂരിൽ നിന്നും നമ്മുടെ പ്രതിനിധി വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, ദാരുണമായ ഈ സംഭവത്തിൽ ഇപ്പോൾ കളക്ടർ പറയുന്നു വിശദമായ കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം പറയാം, അത് ഉറപ്പിക്കുന്ന സമയത്ത് ഗതാഗത നിയന്ത്രണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ഉറപ്പിച്ച ഉടനായിരുന്നു ഈ അപകടം ഉണ്ടായത്. ഈ ഉറപ്പിച്ച ശേഷം എത്ര സമയത്തിനകമാണ് അപകടം? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെ വിഷ്ണു? നമ്മൂത്തി ഇപ്പോൾ ജില്ലാ കളക്ടർ വന്ന് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഈ ഗർഡർ ഉറപ്പിച്ചതിന് ശേഷമല്ല, ഗർഡർ ഉറപ്പിക്കുന്നതിന് മുൻപായിട്ടാണ് ഈ ഒരു അപകടം നടന്നത് എന്നാണ്. അതായത് ഈ ഗർഡർ നിലത്ത് നിന്ന് ഉയർത്തി അത് പിന്നീട് അതിൻ്റെ പില്ലറിൽ ഉള്ള ഒരു ബിയറിങ്ങിൽ സ്ഥാപിക്കും. ആ പില്ലറിൽ സ്ഥാപിക്കുന്നതിന് മുൻപായി ഇത് ഒരു ഹൈഡ്രോളിക് ജാക്കിയുമായി അത് ഘടിപ്പിക്കും. അതിനുശേഷമാണ് അത് ലിഫ്റ്റ് ചെയ്ത് ആ ബിയറിങ്ങിലോട്ട് എടുത്തു വയ്ക്കുക. പക്ഷേ ആ ഹൈഡ്രോളിക് ജാക്കിയുമായി ബന്ധപ്പെടുത്തിയ ആ സമയത്ത് ഈ ഹൈഡ്രോളിക് ജാക്കിയിലുണ്ടായ ഒരു അതിൻ്റെ ഒരു പിഴവാണ് ഈ ഗർഡർ രണ്ടും താഴേക്ക് പതിക്കാനുള്ള കാരണമായി ഇപ്പോൾ കളക്ടർ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത്. ഏതായാലും ഇതിൽ പിന്നെ ഒരു വിശദമായിട്ടുള്ളൊരു അന്വേഷണം വേണം. ഇത് ഇത്തരത്തിൽ ഗർഡർ സ്ഥാപിക്കുമ്പോഴടക്കം ഒരു പോലീസിനെ, അതുപോലെ ഈ സുരക്ഷാ വിഭാഗങ്ങളെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് അത് നിയന്ത്രിക്കണം, ഈ വാഹനങ്ങൾ നിയന്ത്രിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു, നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കളക്ടർ പറയുന്നത്. പക്ഷേ അത്തരത്തിൽ കാര്യങ്ങളിലൊക്കെ അത് എത്രത്തോളം അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അത് എത്രത്തോളം പ്രായോഗികമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയൊരു അന്വേഷണം ആവശ്യമാണ്. ഏതായാലും നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വിദഗ്ധ സംഘം ഇവിടെ ആലപ്പുഴയിലെ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തും. അതിനുശേഷം അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാകും ഇതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് ലഭ്യമാവുക. ഏതായാലും ഇപ്പോൾ നടന്നിട്ടുള്ളത് അതിദാരുണമായിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ പ്രാഥമികമായിട്ട് തന്നെ നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നത് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ ഇപ്പോൾ നമ്മളിവിടെ പരിസരത്തുണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നത് അത്തരത്തിലാണ്. ഇവർക്ക് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് ഈ ഒരു ജോലികൾ നടത്താറുള്ളത്. ഈ ജോലിക്കാരാണെങ്കിലും അത്തരത്തിലൊരു വീഴ്ച സംഭവിക്കുന്നുണ്ട്. നേരത്തെ ഈ വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന കാര്യം പറഞ്ഞെങ്കിൽ അത് എങ്ങനെ ഈ ഒരു വാഹനം ഇവിടേക്ക് വന്നു എന്നുള്ളതടക്കമുള്ള ചോദ്യങ്ങൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ആ ഒരു വാഹനം വന്നതുകൊണ്ടാണ്. ഒരു വാഹന നിയന്ത്രണം പരിപൂർണമായി അല്ലെങ്കിൽ പൂർണ്ണമായി സാധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ഒരു വാഹനം ഇവിടേക്ക് എത്തുകയില്ലായിരുന്നില്ലെങ്കിൽ ആ വാഹനം ഇവിടെ തടഞ്ഞതിന് ശേഷം ഇപ്പോൾ ഉയർത്തി അതിൻ്റെ ജോലികൾ പൂർത്തിയായപ്പോഴല്ല വീണത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. കാരണം അതിൻ്റെ തീർച്ചയായിട്ടും വിഷ്ണു, എനിക്ക് തോന്നുന്നു ഇത് പുലർച്ചെ ആയതുകൊണ്ട് വലിയ വാഹനങ്ങളോ തിരക്കുകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഗതാഗത നിയന്ത്രണം എന്നതുമായി ബന്ധപ്പെട്ട് വലിയ ഗുരുതരമായി പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് കരുതിയോ ഒരലംഭാവം, ഒരു ഉപേക്ഷ വിചാരിച്ചിരുന്നിരിക്കാം. വലിയ നിയന്ത്രണങ്ങൾ ആവശ്യമില്ല എന്നൊക്കെ തോന്നിയിരുന്നിരിക്കാം. പുലർച്ചെ ആയതുകൊണ്ട് വലിയ വാഹനങ്ങളില്ലല്ലോ, സാരമില്ല പോട്ടെ, അങ്ങനെ ഒരു തോന്നലായിരിക്കാം ഇതിന് പിന്നിലുണ്ടാവുക എന്നേ നമുക്കിപ്പോൾ ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. ഏതായാലും ഇവിടെ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഒരുപാട് പ്രശ്നങ്ങളും പരാതികളും അപകടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്.